ചാച്ചനെന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു. ഇതിപ്പോ നമ്മൾ ഇന്നലെ കൂടി പോണ്ട. ഇതെല്ലാം പരിപാടിയാണ്. മാഷേ മാഷേ എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. ഞാൻ ആരാധിച്ചു വണങ്ങുന്നു, അതുതാൻ ഞങ്ങൾക്ക് ധാനം. മറക്കാൻ കഴിയില്ല മരിക്കോളം മലർക്കിളേ മലർക്കിളേ സ്ഥലം എത്തിയടാ. ഇറങ്ങാൻ ഞാൻ മാഷിൻ്റെ നോക്കട്ടെ. നോക്ക്, നീ ഇറങ്ങണ്ട, ഞാൻ നോക്കണ എങ്ങനെ. എൻ്റെ പൊന്നെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ടല്ലോ. ദൈവമേ, കടലിലും ചെറുത്താനും നടുക്കാണല്ലോ ഞാൻ. പോടാ, ഇവിടെ വാടാ. എന്നിട്ട് വേണം നിന്നെ നശിപ്പിക്കാൻ ഞാനെന്ന് മാഷി പറയാം. അങ്ങനെ തന്നെ ആണല്ലോടാ. സൂക്ഷിച്ചു പോ, ശരണ പിടിച്ചു പോക്കോ. മാഷേ, ഒരു പെരുമ്പാമ്പ് ഉണ്ടല്ലോ. അതിവിടുത്തെ എൻ്റെ അന്തോണി, ഒന്നല്ലെങ്കിൽ നിന്റെ അപ്പം കുറെ കൊച്ചുങ്ങൾക്ക് ഹരിശ്രീ പഠിപ്പിച്ചോത്തു ഈ സ്കൂൾ മാഷല്ലേ? അല്ലേ? അല്ല, അന്നാണ് ആ ഒരു മര്യാദയെങ്കിലും ഓർത്ത് നിനക്ക് കാര്യങ്ങളൊക്കെ ഇത്തിരി കാര്യപ്രാപ്തിയോട് ചെയ്തുകൂടേ. വെറുതെ മനുഷ്യരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാണ്ട്. സോറി സാറേ, ഇന്ന് കാര്യപ്രാപ്തി ഇത്തിരി കൂടുതലായിപ്പോയി. അന്തോണി,
ഇവിടെ ഒരു മിനിറ്റ്. ഇവിടെ അല്ല. ഇരിക്ക്. ഒന്നും അറിയണ്ടല്ലോ, ഒന്നും അറിയിക്കാണ്ട് തന്നെ വളർത്തിയതും അതിൻ്റെയാ. മാഷേ, ഇവൻ നന്നായി കാണണമെന്നല്ലാതെ ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് എൻ്റെ എന്നായെങ്കിലും ആഗ്രഹം ഇവൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എൻജിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു സുപ്രഭാതത്തിൽ കയറി വന്നേച്ചും പറഞ്ഞു ആർട്ടിസ്റ്റ് ആവണം. എനിക്ക് കുറച്ച് വിഷമമൊക്കെ തോന്നിയെങ്കിലും ഞാൻ അതിനുവേണ്ടി ഏർപ്പാടുകളൊക്കെ ചെയ്തു കൊടുത്തായിരുന്നു. എന്നിട്ടെന്നാ കുറേ താടിയും മുടിയും വളർത്തി ഇവിടുത്തെ ഭിത്തിയും ചോരുമൊക്കെ വൃത്തികേടാക്കി എന്നല്ലാതെ അവൻ നന്നായോ? ഫ്രാൻസിസ് ആന്നോടാ? ആന്നേ. നമസ്കാരം മാഷേ. ആയിക്കോട്ടെ. പേപ്പ ഇഞ്ചി വിറ്റു. പേപ്പൻ പറഞ്ഞ പോലെ ആ ജോൺസൺ ഒരു 2000 രൂപ കൊടുത്തിട്ടുണ്ട്. നന്നായി. പിന്നെ വണ്ടിക്കൂലി ഒരു 300 രൂപ കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. നീ തന്നെ അതങ്ങാത്തോട്ട് വെച്ചേ. ഇവൻ്റെ കണക്കൂട്ടലൊക്കെ ശരിയാവണ്ടോ? നമ്മുടെ ആ ജോൺസന്റെ കൊച്ചിന് തീരെ മേല. അതുങ്ങൾ ഇപ്പോഴും ആശുപത്രിയില്ല. എന്തോ പനിയോ ചുമയോ? എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങിയേക്കുക. ആകെ പെട്ടിരിക്കുകയെന്നേ. അവളും കൊച്ചും വിടാതെ പിടിച്ചേക്കുക. കാലത്തിനി അവരെയും കൊണ്ട് പാട്ടൂറാനൊക്കെ പോകണം. അവള് ശാലറ്റ് പറഞ്ഞായിരുന്നു. നീ ചെല്ല്. ശരി മാഷെ, ഇറങ്ങാറായില്ലേ? എന്നാൽ ശരി, ആയിക്കോട്ടെ. ഈ ഫ്രാൻസിസും ശാലറ്റും ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ഗതി മാഷ് ഓർത്ത് നോക്കി. മാഷ് വെറുതെ അതും ഇതും ആലോചിച്ചിട്ട് മനസ്സ് വിഷമിപ്പിക്കാണ്ടിരിക്കുക. നേരം കുറേ ആയി. ഹായ്, ഞാൻ മുമ്പും പറഞ്ഞിട്ടേ, എന്നാലും പറയാ, മാഷിന് ഇപ്പം ആവശ്യം ഒരു കൂട്ടാ. മാഷിൻ്റെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കൂട്ട്. എന്നാ ഞാൻ അങ്ങോട്ട്. അന്തോണി, അതെങ്ങനെയാ വെളിവില്ലാതെ പാതിരാത്രി വന്ന് കിടക്കണല്ലേ? ചക്ക എണീക്കാൻ. എന്തോ ശാലത്തെ കിടന്നുറങ്ങാൻ സമ്മതിക്കാത്ത? ദേ ചെക്ക, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ പേര് വിളിക്കല്ലേന്ന്. നേരം വെളുത്താർന്നോ? നേരം വെളുത്തോന്ന്. ഞാൻ പാട്ടൂർബാനയ്ക്കും പോയി, കൊച്ചിനെ വേദപാഠത്തിനും വിട്ട് ഈ വീട്ടിലെ പണി മൊത്തം തീർത്തച്ച് നിൽക്കണ നിപ്പ ഇത്. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തുണി അവിടെ ഇവിടെയും വലിച്ചു വാരിയിടല്ലേന്ന്? ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല. ചാച്ചൻ പോയോ? പേപ്പനെ ഞാൻ പള്ളി വെച്ച് കണ്ടായിരുന്നല്ലോ. കർത്താവേ, അതെന്തായാലും ഭാഗ്യമായി. പോയി പല്ല് കേക്കട ചക്ക. പാല് പല്ല് വെച്ചിട്ട് കുടിക്കാൻ പാടില്ല. കർത്താവേ, നീ ഡേറ്റ് എന്നതാന്ന് കണ്ടോ? ഇന്ന് 1-ാം തീയതിയാ. നീ അതെനിക്ക് അടുത്ത് തരത്തില്ല അല്ലേ? ഇങ്ങനെ ടെൻഷൻ ആക്കല്ല ശാലത്തെ. നീ ഇത് കണ്ടോ? അത് ഞാൻ അറിയാതിരിക്കാൻ നീ വാങ്ങിച്ചെന്ന റോളിൽ കൊണ്ടിട്ട് മൊത്തം ചൊറിഞ്ഞു കൂട്ടി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്തോ ഇതാ വരുന്നു പേപ്പ.